എല്ലാം തകർക്കണമെന്നുള്ള ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അർച്ചനയ്ക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളത് അവന്തികയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതും എനിക്കറിയാം. തനിക്ക് കിട്ടാത്ത സൗഭാഗ്യം അർച്ചനയ്ക്ക് കിട്ടുന്നത് തീരെ സഹിക്കാൻ പറ്റുന്ന പ്രകൃതമല്ല അവളുടേത്. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും. ധനുഷ് എന്താ പറഞ്ഞു വരുന്നത്? എന്ത് കാരണം കൊണ്ടായാലും ഈ കുഞ്ഞിനെ അർച്ചനയ്ക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അർച്ചനയുടെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ മടിക്കില്ല. എന്റെ കുഞ്ഞ് ഈ നെല്ലിശ്ശേരി വീട്ടിൽ ജനിക്കുന്നത് അവന്തയ്ക്കൊട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മ. എന്റെ കരുതലും പ്രാർത്ഥനയും മറികടന്ന് അവർക്കൊരിക്കലും എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ അവർക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയുമെന്ന് ധനുഷിന് തോന്നുന്നുണ്ടോ? ചതിയ എന്റെ രഹസ്യങ്ങൾ നീ അവളോട് വെളിപ്പെടുത്തുകയാണല്ലേ. എന്നിട്ട് അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഉപദേശവും കൊടുക്കുന്നു. എന്ന് നോക്കിക്കോ, ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നത് അവക്കല്ല, നിനക്ക് സ്നേഹിക്കുക. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, ധനുഷിനോട് ഇപ്പൊ അവർക്ക് ശത്രുത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥിതിക്ക് സ്നേഹയുടെ കാര്യത്തിൽ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം. ആ ഭയം എനിക്ക് നല്ലതുപോലെയുണ്ട്. ഇത്രയും നാളും അവളുടെ സഹായിയായി നിന്നിട്ട് ഇപ്പൊ എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അർച്ചനയോടുള്ളതിനേക്കാൾ കൂടുതൽ പക അവൾക്ക് എന്നോടുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹയുടെ കാര്യത്തിൽ അർച്ചനയുടെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എനിക്കും സ്നേഹിക്കും ഇത് പറയാൻ വേറെ ആരുമില്ല. അച്ഛനോടും ഏട്ടന്മാരോടൊക്കെ ഇത് പറഞ്ഞാൽ അത് ഈ വീട്ടിൽ വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. സ്നേഹയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ധനുഷ് അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇത്രയും നാളും കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും എല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ. എൻ്റെ ജീവനും ജീവിതവും എൻ്റെ കുഞ്ഞ്. എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാ ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന സ്നേഹയുടെ കുഞ്ഞ്. സ്നേഹയുടെയോ എൻ്റെയോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്യാൻ മുതിർന്നോ പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്നെ കൊന്നിട്ട് ജയിലിൽ പോകും പോലും. അതിന് അർച്ചന ഇനിയൊരു ജന്മം കൂടി ജനിക്കണം. ധനുഷേ, എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നിനക്കാ ഞാൻ ആദ്യത്തെ ശിക്ഷ തരാൻ പോകുന്നത്. ആദ്യം ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാ. അർച്ചനയുടെ വയറ്റിൽ കുരുത്ത കുഞ്ഞിന്റെ ജാതകമാ നിന്റെ കുഞ്ഞിന്റെ കാലനായി മാറാൻ പോകുന്നത്. നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിക്കും. എന്റെ പദ്ധതി എന്താണെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. എല്ലാം കഴിയുമ്പോൾ സ്നേഹയുടെ അർച്ചനയുടെയും വയറ്റിലെ ജീവനുകൾ രണ്ടും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കും.